സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി അമ്പലത്തിൽ വെച്ച് ഭാഗ്യശ്രീയെ കാണുന്നുണ്ട്. ഭാഗ്യശ്രീ അങ്ങോട്ട് വരാമെന്നും അവിടെ വെച്ച് ഒരു രഹസ്യം പറയാമെന്നും പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഭാഗ്യശ്രീ കൺമണിയോട് പറയാണ്, സാഗറിനും സുജാതയ്ക്കും മുമ്പ് ഒരു കുട്ടി, അതായത് കൃഷ്ണന് മൂത്തതായിട്ട് ഒരു കുട്ടി ഉണ്ടായെന്നും ആ കുട്ടി ജനിച്ചതോടെ മരിച്ചു പോയി എന്നാണ് അവർ വിശ്വസിച്ചിരുന്നതെന്നും പക്ഷേ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാഗ്യശ്രീ. ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും ആ കുട്ടി മരിച്ചു പോയതായിരിക്കുമെന്നും അത് അങ്ങനെയല്ലെന്ന് ഭാഗ്യശ്രീക്ക് എന്താ ഉറപ്പെന്നും മറ്റും കൺമണി ചോദിക്കുമ്പോൾ അങ്ങനെയല്ല കൺമണി, അത്രയും ഉറപ്പില്ലാത്ത കാര്യമൊന്നും ഞാൻ കൺമണിയോട് പറയില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ പറഞ്ഞത് സത്യമാണ്, അന്വേഷിച്ചറിഞ്ഞ സത്യങ്ങളാണ് അതെന്നും പറയുന്നുണ്ട്. ശരി, ഞാൻ വിശ്വസിച്ചു, ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, എങ്കിൽ ആരാ കുട്ടി, അത് ഭാഗ്യശ്രീ കണ്ടെത്തിയോ എന്നൊക്കെ കൺമണി തിരിച്ചു ചോദിക്കുമ്പോൾ എൻ്റെ ഏട്ടൻ ബലരാമൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാഗ്യശ്രീ. അത് കേട്ട് ഷോക്ക് ആവുന്നുണ്ട് കൺമണിക്ക്. ഇത് ബലരാമന് അറിയോ എന്ന് കൺമണി ചോദിക്കുമ്പോൾ ഇല്ല, ഏട്ടനെ അതൊന്നും അറിയിക്കാതെയാണ് എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയത്, കൂടാതെ നുണകൾ പറഞ്ഞുകൊടുത്ത് ഏട്ടനെ സ്വന്തം അച്ഛനമ്മമാരെ ശത്രുവായി കാണാനും പഠിപ്പിച്ചു. ഇപ്പോൾ അവരെ കൊല്ലണമെന്ന തീരുമാനവുമായി നടക്കുകയാണ് എൻ്റെ ഏട്ടൻ. സാഗറും സുജാതയുമാണ് അച്ഛനും അമ്മയും എന്നറിയുമ്പോൾ ഏട്ടൻ ആ തീരുമാനം മാറ്റിയാലോ, എനിക്കിത് ഏട്ടനെ എങ്ങനെയും അറിയിച്ചേ പറ്റൂ, എന്നെ ഏട്ടനെ കാണുന്നതിൽ നിന്നും അവർ ലോക്ക് ചെയ്തു. കൺമണി ഒരു കാര്യം ചെയ്യണം, അതിനാണ് ഞാനിപ്പോൾ കൺമണിയെ കാണാൻ വന്നത്, കൺമണി ഇത് എങ്ങനെയെങ്കിലും ഏട്ടനെ ഇത് അറിയിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാഗ്യശ്രീ. അങ്ങനെയാകുമ്പോൾ ഒരു വലിയ തെറ്റിൽ നിന്നും ഏട്ടൻ രക്ഷപ്പെടുമല്ലോ എന്നും ഭാഗ്യശ്രീ പറയുന്നുണ്ട്. അങ്ങനെ കൺമണി പറയാമെന്ന് തന്നെ സമ്മതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കൺമണിയും ഭാഗ്യശ്രീയും പിരിഞ്ഞ് കൺമണിയാണെങ്കിൽ ആലോചനകളോടെ എങ്ങനെ നടക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ നിറങ്ങി. പെട്ടെന്ന് കൃഷ് അവളെ കാണുന്നുണ്ട്. കൃഷ് അവളെ അറിയിക്കാതെ അടുത്തേക്ക് വരുന്നതും പെട്ടെന്ന് തന്നെ കൺമണിക്ക് തലകറക്കം ഉണ്ടാകുന്നുണ്ട്. കൃഷ് കൺമണിയെ താങ്ങി പിടിച്ച് കാറിലിരുത്തുകയാണ് കേട്ടോ. പിന്നീട് കൺമണി ഗോകുലിനെ വിളിക്കുകയാണ് കേട്ടോ. ഞാൻ പറയണമെന്ന് ഭാഗ്യശ്രീ പറയുന്നതെന്നൊക്കെ കൺമണി പറയുമ്പോൾ ഇത് പറയാൻ പറ്റിയ ഒരാളുണ്ട്, ദേവജി അപ്പൂപ്പൻ എന്ന് പറയാണ് ഗോകുല്. അങ്ങനെ കൺമണി ദേവജിയെ കാണാനായിട്ട് എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്.